മക്കളെ, ഇന്ന് നമുക്ക് നീലി ചിടിയ എന്ന കവിതയുടെ ആശയം നോക്കാം. ഇസ് ഫുനഗി സെ ഉസ് ഫുനഗി पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में चिपकर जाने वाली चिड़िയ. ഈ വരികളുടെ ആശയമാണ് നമ്മൾ എഴുതിയത്. हरिवंश राय बच्चन का कविता है नीली चिड़िया. चिड़िया इस फुनगी से ഉസ് ഫുനഗി പർ, ഉസ് എന്നാണ് അവിടെ സാക്കി ഇങ്ങനെ ഒരു സേ വന്നിട്ടുണ്ട്, ഉസ്സാണ് ഇത് വേണ്ട കേട്ടോ. ഉസ് ഫുനഗി പർ ഉഡ്കർ ജാത്തി ഹെ, ചിടിയ ഇൻ പത്തോ മേം ഉൻ പത്തോ മേം ചിപ്കർ ഗാത്തി ഹെ എന്നാണ് കേട്ടോ. ഗാത്തി ഹെ, ഗാന പാടുക. ഗാത്തി ഹെ, ജാത്തി ഹെ എന്നല്ല, ഇവിടെ ഗാ എന്നാണ്. ഒളിച്ചിരുന്ന് പാടുന്നു, പാടുന്നു എന്നാണ് കേട്ടോ. ഗാത്തി ഹെ, ഗാത്തി ഹെ, ഗാ എന്നാണ്. ഹരിവംശ റായ് ബച്ചൻ എഴുതിയ കവിതയാണ് നീലി ചിടിയ. ചിടിയ ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് എന്ത് ചെയ്യുന്നു? പറക്കുന്നു, പറന്നു പോകുന്നു. ഉടുക്കർ ജാത്തി ഹെ, പറന്നു പോകുന്നു. ചിടിയ ഇൻ പത്തോമേ, പക്ഷി ഈ ഇലകളിൽ നിന്നും ആ ഇലകളിലേക്ക് ചിപ്കർ, ഒളിച്ചിരുന്ന്, ഈ ഇലകളിലും ആ ഇലകളിലൊക്കെ ഒളിച്ചിരുന്ന് പാടുന്നു. ഗാത്തി ഹെ. പിന്നെ ഇതില് ലാഖ് ബുലാവുൻ ലേക്കിൻ മേരെ പാസന ആനെ വാലി ചിടിയ എന്ന് പറഞ്ഞിട്ടുള്ള വരി ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ആശയം എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഹരിവംശ റായ് ബച്ചൻ കാ കവിതാ ഹേ നീലി ചിടിയ അങ്ങനെ എഴുതാം. ഇതിലുള്ള ഏത് വരി ചോദിച്ചാലും ഈ ഒരു സെൻറ്റൻസ് എഴുതണം. ഹരിവംശ റായ് ബച്ചൻ എഴുതിയ കവിതയാണ് നീലി ചിടിയ, അങ്ങനെ എഴുതാം. അതിനുശേഷം ചിടിയ ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉടുത്തി ഹേ, പക്ഷി ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റൊരു മരക്കൊമ്പിലേക്ക് പറന്ന് പോകുന്നു. കൈ ബാർ ബുലാനെ പർ ബി മേരെ പാസ് നഹീം ആത്തി, പല തവണ വിളിച്ചാലും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ലാഖ് ബുലാവുൻ ലേക്കിൻ മേരെ പാസന ആനെ വാലി ചിടിയ എന്നുണ്ടല്ലോ, അതാണ് പല തവണ വിളിച്ചാലും എന്ത് ചെയ്യുന്നില്ല? എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അതാണ് ആ വരിയുടെ ആശയമാണിത് കേട്ടോ. അത്രയാണ് നമ്മൾ നീലി ചിടിയ എന്ന കവിതേൻ്റെ ആശയം നോക്കിയത്. എല്ലാവരും ആശയം നന്നായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ കവിതേൻ്റെ ആശയം പഠിക്കണം മക്കളെ. അപ്പോൾ എല്ലാവരും കവിതയുടെ ആശയം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ.